Hi all, welcome back to my channel. ഇപ്പോൾ ഇത് കേരള വാട്ടർ അതോറിറ്റി എക്സാംസിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അതിലെ പാർട്ട് 12 വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ടെമ്പററി ഫാസ്റ്റനിങ്ങിനകത്ത് ത്രെഡഡ് ഫാസ്റ്റനേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ ബാക്കി പോർഷൻസാണ്, അത് നോൺ ത്രെഡഡ് ഫാസ്റ്റനേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് ടെമ്പററി അല്ലെങ്കിൽ റിമൂവബിൾ ഫാസ്റ്റനേഴ്സാണ്. നമുക്ക് എന്തെങ്കിലും ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിപ്പയറൊക്കെ വരുമ്പോൾ ഈസിലി ഇത് ഡിസംബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത നോൺ ത്രെഡഡ് ആയിട്ടുള്ള ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ കീസ്, കോട്ടർ ജോയിൻറ്റ്സ്, പിൻ ജോയിൻറ്റ്സ്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇതൊക്കെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കീ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിലോ അല്ലെങ്കിൽ ആക്സിലോ ഒക്കെ ഗിയർ, പുള്ളി, ഡിസ്ക് അതുപോലെയുള്ള പാർട്സൊക്കെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷീൻ എലമെൻ്റാണ് ഈ ഒരു കീ എന്ന് പറയുന്നത്. ഇനി കോട്ടർ അല്ലെങ്കിൽ പിൻ ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെൻസൈൽ അതുപോലെ കംപ്രസീവ് ലോഡൊക്കെ സബ്ജക്റ്റഡ് ആയിട്ടുള്ള റോഡ്സിലാണ്. ഓക്കെ, അതിൽ കോട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് ജോയിൻ്റ് ആണ്. അവിടെ നമുക്ക് ആക്സിയൽ മിസ്അലൈൻമെൻ്റ് ഒന്നും അത് പെർമിറ്റ് ചെയ്യത്തില്ല. പിൻ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് കീ ജോയിൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കീ എന്ന് പറയുന്നത് സിംപ്ലി പറയാനാണെങ്കിൽ ഷാഫ്റ്റിൽ പുള്ളി, ഗിയേഴ്സ്, ഫ്ലൈ വീല്, സ്പ്രോക്കറ്റ് പോലുള്ള മെഷീൻ എലമെൻറ്റ്സൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു എലമെൻ്റാണ് ഈ ഒരു കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ മെഷീൻ ഷാഫ്റ്റിലൊരു പുള്ളിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പുള്ളിയും കൂടെ അതിനനുസരിച്ച് തന്നെ റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കീ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പുള്ളി പുറത്ത് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാതെ ചുമ്മാ സ്ലിപ്പ് ചെയ്ത് കിടക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കീ കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ഒരു ഷാഫ്റ്റും അതിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എലമെൻറ്റും തമ്മിൽ റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് റൊട്ടേഷൻ ഒന്നും അലോ ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു പാർട്ടും കൂടെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അത് തമ്മിൽ റിലേറ്റീവ് മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഈ ഷാഫ്റ്റിലും മേറ്റിംഗ് പീസിനും ഇടയിൽ ആക്സിയൽ ഡയറക്ഷനാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കീ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാഫ്റ്റിലും അതുപോലെ തന്നെ ഹബ്ബെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഷാഫ്റ്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പുള്ളിയുടെ ഒരു ഇന്നർ പാർട്ടിനെയാണ് ഹബ്ബെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷാഫ്റ്റിലും ആ ഒരു ഹബ്ബിലും നമ്മൾ സ്ലോട്ട്സ് അല്ലെങ്കിൽ ഗ്രൂവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഗ്രൂവിനെയാണ് നമ്മൾ കീ വേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചിലയിടത്ത് മാത്രം ഈ ഒരു ഷാഫ്റ്റിൽ കൊടുക്കുന്ന ആ ഒരു ഗ്രൂവിനെ കീ സീറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു കീ വേ നമ്മളിങ്ങനെ ഒരു ഷാഫ്റ്റിൽ കൊടുക്കുമ്പോൾ അത് കാരണം അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കീസ് എന്ന് പറയുന്നത് അവിടെ ടോർഷണൽ ആൻഡ് ഷിയർ സ്ട്രെസ്സസിന് സബ്ജക്റ്റ് ആകുന്നത് കൊണ്ട് നമ്മൾ യൂഷ്വലി ഡക്റ്റൈൽ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ഒരു കീസ് ഉണ്ടാക്കുന്നത്. കോമൺലി യൂസ് ചെയ്യുന്നത് ഹാർഡൻഡ് അല്ലെങ്കിൽ ടെമ്പേർഡ് സ്റ്റീൽസ് ഒക്കെയാണ്. പിന്നെ കൊറോസീവ് എൻവയൺമെൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബ്രാസും അതുപോലുള്ള സ്റ്റെയിൻലെസ് കീസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സംഖി കീസ്. സംഖി കീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കീ ഹാഫ് തിക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഉള്ളിലും ഹാഫ് തിക്നെസ് നമുക്ക് ഹബിൻ്റെ ഉള്ളിലുമായിരിക്കും കാണാൻ പറ്റുന്നത്. പകുതി ഷാഫ്റ്റിൻ്റെ ഉള്ളിലും പകുതി ഹബിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു കീ ആണ് സംഖി കീ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെക്റ്റാങ്കുലർ സംഖി. റെക്റ്റാങ്കുലർ സംഖി എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു റെക്റ്റാങ്കുലർ ക്രൂസ് സെക്ഷനാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു ടേപ്പറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നോർമലി കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/100 ആണ്. അത് ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആണ്, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, 1/100 ടേപ്പറാണ് കൊടുക്കുന്നത്. പക്ഷേ ക്രോസ് സെക്ഷൻ എടുക്കുവാണെങ്കിൽ അത് റെക്റ്റാങ്കുലർ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു സംഖിയുടെ നോമിനൽ സൈസ്, നോമിനൽ തിക്നെസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ലാർജ് എൻഡിലുള്ള തിക്നെസ് ഏതാണോ ആ ഒരു തിക്നെസ്സാണ് നോർമൽ തിക്നെസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഈ ഒരു കീസ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ലോട്ടിലേക്ക് ഹാമർ ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇനി സ്ക്വയർ സംഖി എന്ന് പറയുമ്പം
ക്രോസ് സെക്ഷൻ സ്ക്വയർ ആയിട്ട് മാറുന്നു. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്താൽ ഈക്വൽ വിഡ്ത്തും ഈക്വൽ തിക്നെസ്സും ആയിരിക്കും ഈ ഒരു സ്ക്വയർ സംഖ്യയ്ക്ക് ഉള്ളത്. പക്ഷേ ലെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇവിടെ ടേപ്പറിങ് കൊടുത്തിട്ടുണ്ട്. ഒരു 1/100 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൽ ടേപ്പറിങ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് പാരലൽ സംഖ്യ. പാരലൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ടേപ്പറിങ് ഇല്ല. നമ്മൾ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ സംഖ്യയിൽ കണ്ട ആ ഒരു ടേപ്പറിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ അത് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ക്രോസ് സെക്ഷൻ തന്നെയാണ്. പിന്നെ എൻഡ്സ് ഒന്നെങ്കിൽ സ്ക്വയർ ആയിട്ട് തന്നെ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ റൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ കൂടെ വരുന്ന ആ ഒരു മീറ്റിംഗ് പീസിന് ആ ഷാഫ്റ്റിന് എലോങ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് കുറച്ച് നടക്കണം എന്നുള്ള ആ ഒരു കേസസിലാണ് നമ്മൾ ഈ ഒരു പാരലൽ സംഖ്യ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വെച്ചാൽ ഇത് ഈ ഷാഫ്റ്റുമായിട്ട് തന്നെ റിലേറ്റീവ് മോഷൻ വരുന്നതെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഷാഫ്റ്റിന് എലോങ് ആയിട്ട് തന്നെ, ഷാഫ്റ്റിൻ്റെ പുറത്ത് തന്നെ ജസ്റ്റ് കുറച്ച് സ്ലൈഡിങ് ഒക്കെ നമുക്ക് പെർമിറ്റ് ചെയ്യേണ്ട കേസിലാണ് ഈ ഒരു പാരലൽ സംഖ്യ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗിബ് ഹെഡ് സംഖ്യ. അപ്പം നമ്മൾ ഈ കീസ് എന്ന് പറയുന്നത് ടെമ്പററി ഫോസ്നിങ് ആണ്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ സംഖ്യയൊക്കെ നമ്മൾ കയറ്റുന്നത് എങ്ങനെയാണ്, ഹാമർ ചെയ്തിട്ടാണ് കയറ്റുന്നത്. അപ്പം അങ്ങനെ കയറ്റുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിബ് ഹെഡ് സംഖ്യ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കുലർ സംഖ്യ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഒരു എൻഡിൽ ഒരു റേസ്ഡ് ഹെഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു റേസ്ഡ് ഹെഡിനെയാണ് ഗിബ് ഹെഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇത് നോർമൽ കീസ് പോലെ തന്നെ ഹാമർ ചെയ്താണ് നമ്മൾ കയറ്റുന്നത്. പക്ഷേ ഈ ഒരു ഹെഡ് ഉള്ളത് കാരണം നമുക്ക് അതിൻ്റെ റിമൂവൽ ഈസി ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗിബ് ഹെഡ് സംഖ്യ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ആ ഒരു ഫാസ്റ്റനറിനെ റിമൂവൽ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ടൈപ്പാണ് ഫെദർ സംഖ്യ. ഫെദർ സംഖ്യ നമ്മുടെ പാരലൽ സംഖ്യയോട് സിമിലർ ആയിട്ട് കുറച്ച് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ഫങ്ഷനിങ് ആണ് വരുന്നത്. ഈ ഫെദർ സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നെങ്കിൽ മെഷീൻ ചെയ്തിട്ട് ഷാഫ്റ്റിനോട് ചേർത്തിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് സ്ക്രൂസ് യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു മേറ്റിംഗ് പീസ് അല്ലെങ്കിൽ ആ ഹബിന് ഇതിൻ്റെ എലോങ് ആയിട്ട്, ആ ഷാഫ്റ്റിൻ്റെ എലോങ് ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇത് 3 ടൈപ്പ് ഉണ്ട്. പെഗ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു അഡീഷണൽ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പ്രൊജക്ഷനാണ് നമ്മുടെ ഹബിൻ്റെ കീവേയിലുള്ള ഗ്യാപ്പിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇനി സിംഗിൾ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിബ് ഹെഡ് കീ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഗിബ് ഹെഡ് കീ പോലെ ഹാമർ ചെയ്തല്ല ഇത് കയറ്റുന്നത്, ഇത് സ്ക്രൂ ചെയ്തിട്ടാണ് കയറ്റുന്നത്. പിന്നെ ഡബിൾ ഹെഡഡ് ആകുമ്പോൾ 2 ഹെഡ് ഉണ്ടാവും. മിഡിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ഹബ്ബ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് വുഡ് റഫ് കീ. വുഡ് റഫ് കീ എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ ഡിസ്കിൻ്റെ ഷേപ്പുള്ളൊരു കീ ആണ്. ഇതിന് യൂണിഫോം തിക്നെസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ലോവർ പോർഷൻ, അതായത് ആ കർവ്ഡ് പോർഷനാണ് ഷാഫ്റ്റിൻ്റെ കീവേയിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ടോപ്പിലായിട്ട് കുറച്ച് പോർഷൻ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ആ ഒരു പാർട്ടാണ് ഹബിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതൊരു സെൽഫ് അലൈനിങ് കീ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിനെ ടിൽറ്റ് ചെയ്തിട്ട് തനിയെ അലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ വേറൊരു കീക്കും ഇല്ലാത്തൊരു ഫങ്ഷൻ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. ഈ ഒരു കീ നമുക്ക് ടേപ്പേർഡ് ഷാഫ്റ്റ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പാരലൽ അല്ലാത്ത ടേപ്പേർഡ് ആയിട്ടുള്ള ഷാഫ്റ്റിലും ഈ ഒരു കീ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലേത്ത് മെഷീനിലുള്ള ഫീഡ് ഗിയർ ബോക്സിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ നമ്പർ വെച്ചിട്ടാണ്, ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കീയുടെ നമ്പർ വെച്ചിട്ടാണ് ഈ ഒരു കീ സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് നോക്കാം, സാഡിൽ കീസ്. ഈ സാഡിൽ കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംഖ് കീസിലെ പോലെ ഹബിലും ഷാഫ്റ്റിലും സ്ലോട്ട്സ് അല്ലെങ്കിൽ കീവേസ് കൊടുക്കില്ല. ഇവിടെ ഹബിൽ മാത്രമാണ് സ്ലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ
ടോർക്ക് ഫ്രിക്ഷൻ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ടോർക്കൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലൈറ്റ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സാഡിൽ കീസ് യൂസ് ചെയ്യുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഫ്ലാറ്റ് സാഡിൽ കീ. ഫ്ലാറ്റ് സാഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഷാഫ്റ്റിൻ്റെ പുറത്തായിട്ട് നമ്മളൊരു ഫ്ലാറ്റ് സർഫസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു കീ കൊടുക്കുന്നത്. ഈ കീയുടെ ബോട്ടം സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ ഇത് ഹോളോ സാഡിൽ കീനെ വെച്ച് നോക്കുമ്പോൾ സ്ലിപ്പാകാൻ ചാൻസ് റിലേറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ ഹോളോ സാഡിൽ കീനേക്കാളും കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈ ഒരു ഫ്ലാറ്റ് സാഡിൽ കീയെ പറ്റും. ഈ ഹോളോ സാഡിൽ കീ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോട്ടത്തിലൊരു കോൺകേവ് സർഫസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ആ ഷാഫ്റ്റിൻ്റെ സർക്കുലർ സർഫസിൽ തന്നെ ഇതിനെ മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും നമ്മുടെ ആ ഒരു റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഷാഫ്റ്റും കീയും തമ്മിലുള്ള ഫ്രിക്ഷൻ വഴിയാണ്. പിന്നെ ഇത് ലോ പവർ ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്യുന്നത്. സാഡിൽ കീ ആണ് ഇതിന് ഹോളോ സാഡിൽ കീനേക്കാളും കുറച്ചുകൂടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്ലാറ്റ് സാഡിൽ കീക്കാണ്. അടുത്ത ടൈപ്പ് കീസ് നോക്കാം, ടാൻജൻറ്റ് കീസ്. ഇതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഷാഫ്റ്റ്, അതിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവില്ല, ആ ഷാഫ്റ്റിൻ്റെ സർക്കംഫറൻസ് വരുന്ന സർക്കിൾ, ആ ഷാഫ്റ്റ് സർക്കിളിന് ടാൻജൻ്റ് ആയിട്ടാണ് ഈ ഒരു കീ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഹൈ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സിംഗിൾ കീ ആയിട്ടോ അല്ലെങ്കിൽ പെയറായിട്ട് റൈറ്റ് ആംഗിളിൽ പെയറായിട്ടും ഇത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് സിംഗിൾ കീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് ഒരു ഡയറക്ഷൻ മാത്രമായിരിക്കും ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ഹൈ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ലാർജ് ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റിലൊക്കെ ഈ ഒരു ടാൻജൻറ്റ് കീസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് റൗണ്ട് അല്ലെങ്കിൽ പിൻ കീസ് എന്ന് പറയും. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ഇതിൻ്റെ ഹോൾ എന്ന് പറയുന്നത് പാർട്ട്ലി ഹബിലും പാർട്ട്ലി ഷാഫ്റ്റിലുമാണ് വരുന്നത്. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അസംബ്ലി ചെയ്തതിന് ശേഷം, ഓക്കെ, ഷാഫ്റ്റും ഹബും കൂടെ അസംബ്ലി ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് ഈ ഒരു കീ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ ലോ ടോർക്ക് ട്രാൻസ്മിഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് സ്പ്ലൈൻസ്. സ്പ്ലൈൻസ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ കീ കൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ്സസ് ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊരു നമ്പർ ഓഫ് കീസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സ്പ്ലൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഷാഫ്റ്റിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട്, അതായത് ഷാഫ്റ്റിൽ തന്നെയാണ് ആ ഒരു കീ നമ്മൾ മെഷീൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന ആ ഒരു ഷാഫ്റ്റിനെ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു കേസസിൽ നമുക്ക് ഹബിൽ മാത്രം സ്ലോട്ട്സ് കൊടുത്താൽ മതി. പിന്നെ ഇത് ഹൈ ടോർക്ക് ട്രാൻസ്മിഷന് യൂസ് ചെയ്യാവുന്നതാണ്. ഓട്ടോമൊബൈൽ ഗിയർ ബോക്സസിൽ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പാരലൽ കീസ് അല്ലെങ്കിൽ ഫെദർ കീസ് പോലെ തന്നെ ഇവിടെ ആക്സിയൽ മൂവ്മെൻറ്റ്, ആ ഒരു ഹബിന് ഇതിൽ ഈ ഷാഫ്റ്റിൽ കൂടെ ഒരു ആക്സിയൽ മൂവ്മെൻറ്റ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടർ ജോയിൻസിനെ പറ്റിയിട്ടാണ്. കോട്ടർ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്പുള്ളൊരു മെറ്റൽ പീസാണ് വരുന്നത്. നോർമലി റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ് കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ സ്റ്റീൽ വെച്ചിട്ടാണ് ഈ ഒരു കോട്ടർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ കംപ്രസീവ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സസ് സബ്ജക്റ്റഡ് ആയിട്ടുള്ള 2 റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു കോട്ടർ യൂസ് ചെയ്യാറ്. നമ്മൾ റൊട്ടേറ്റിംഗ് മെമ്പേഴ്സിനകത്ത് സ്യൂട്ടബിൾ അല്ല. പിന്നെ ഇവിടെ റോഡ്സിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു കോട്ടർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് നോക്കാനാണെങ്കിൽ ഇത് ടേപ്പറിങ് ഇൻ ബെഡ്ത്ത് ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ടേപ്പർ കീസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ തിക്നെസ് ആണ് ടേപ്പർ ചെയ്ത് പോകുന്നത്. ഇവിടെ വിഡ്ത്താണ് ടേപ്പർ ചെയ്യുന്നത്. തിക്നെസ് യൂണിഫോം ആയിട്ടാണ് വരുന്നത്. ആ വിഡ്ത്തിൻ്റെ ടേപ്പറിങ്ങിൻ്റെ വാല്യൂ എന്ന് അറിഞ്ഞിരിക്കണം. 1/48 to 1/24 ആണ് നോർമലി കൊടുക്കുന്നത്. പിന്നെ ഒരു സൈഡ് മാത്രം ടേപ്പർ ചെയ്യുന്ന കോട്ടേഴ്സും ഉണ്ട്. അതുപോലെ ബോത്ത് സൈഡ് ടേപ്പേർഡ് ആയിട്ടുള്ള കോട്ടേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബിയറിംഗ് എഡ്ജ് നമ്മൾ സെമി സർക്കുലർ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ സ്റ്റീം എഞ്ചിനിൽ ക്രോസ് ഹെഡിൽ പിസ്റ്റൺ റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ, അതുപോലെ ബൈസൈക്കിളിൽ പെഡലിൽ സ്പ്രോക്കറ്റ് വീൽസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ
വെറ്റ് എയർ പമ്പ്സിൽ ടെയിൽ റോഡും പിസ്റ്റൺ റോഡും കണക്ട് ചെയ്യാം. ഓട്ടോമൊബൈൽ എൻജിൻസിൽ ക്രോസ് ഹെഡിൽ ആ ഒരു കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ റോഡും ഒക്കെ കൂടെ കണക്ട് ചെയ്യാനും ഫ്ലൈ വീൽസിൽ 2 ഹാഫ്സും കൂടെ ജോയിൻ ചെയ്യാനൊക്കെ ഈ ഒരു ക്വാർട്ടർ ജോയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് ക്വാർട്ടർ ജോയിൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു റിജിഡ് ജോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മിസ്അലൈൻമെൻറ്റോ അതുപോലെ റിലേറ്റീവ് റൊട്ടേഷനോ ഒന്നും പെർമിറ്റ് ചെയ്തില്ല. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻ്റ്. ഇതിൽ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് ഹോളുള്ളൊരു റോഡാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന മറ്റൊരു റോഡിൻ്റെ എൻഡാണ് സ്പൈഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോക്കറ്റിലും സ്പൈഗോട്ടിലും നമ്മൾ റെക്റ്റാങ്കുലർ ഹോൾസ് അല്ലെങ്കിൽ സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിലൂടെയാണ് ക്വാർട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് ഹാമർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വാർട്ടർ ഈ ഒരു അസംബ്ലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ക്ലിയറൻസ് ഇട്ടിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സസ് ഒക്കെ വരുമ്പോൾ അവിടെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വാർട്ടർ ജോയിൻ്റ് ആണ് ഈ ഒരു സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. ഇവിടെ 2 റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് 2 ക്വാർട്ടേഴ്സും ഒരു സ്ലീവും യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിയറൻസ് ഇട്ടിട്ടാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഈ ഒരു ക്വാർട്ടർ ജോയിൻറ്റ് റിജിഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ടെൻസൈലും കംപ്രസീവ് ലോഡ്സും എടുക്കും. പിന്നെ നമുക്ക് ഈസിലി അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിലും ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിൻ്റ് ആണ് ഈ ഒരു സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. പിന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ 2 ജോയിൻറ്റ്സിലും സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റിലാണെങ്കിലും സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റിലാണെങ്കിലും നമ്മൾ സിമിലർ റോഡ്സ് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമിലർ ആയിട്ടുള്ള കോആക്സിയൽ ആയിട്ടുള്ള റോഡ്സ് ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. റെക്റ്റാങ്കുലർ റോഡ്സോ അല്ലെങ്കിൽ ഡിസിമിലർ സിലിണ്ട്രിക്കൽ റോഡ്സോ ഒന്നും നമുക്ക് ഈ ഒരു ജോയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈപ്പ് ജോയിൻ്റ് ആണ് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള റോഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. കോമൺലി ഇത് യൂസ് ചെയ്യുന്നത് പിസ്റ്റൻ്റെയൊക്കെ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് അല്ലെങ്കിൽ സ്ട്രാപ്പ് എൻഡിലൊക്കെയാണ് ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഒരു സ്ട്രാപ്പ് എൻഡ് ഉള്ളൊരു റോഡ് കാണും, അതുപോലെ ഒരു സിമ്പിൾ റോഡ് കാണും, പിന്നെ ഒരു ഗിബ് കീ ഉണ്ടായിരിക്കും, ഒരു ക്വാർട്ടർ ഉണ്ടായിരിക്കും. അപ്പം ഈ നമ്മൾ നോർമലി ഈ ഒരു ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്നത് ആ യൂസ് ചെയ്യുന്ന ആ ക്വാർട്ടറിൻ്റെ തിക്നെസ് എത്രയാണോ അത് വെച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡബിൾ ഹെഡഡ് ഗിബ് കീ ആണ്. നമ്മൾ നോർമലി ചില സമയത്ത് ഗിബ് ഇല്ലാണ്ട് ഈ ഒരു ക്വാർട്ടർ മാത്രം കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ക്വാർട്ടേഴ്സിൻ്റെ എൻഡ്സും അതുപോലെ തന്നെ ആ ഒരു സ്ട്രാപ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ലോട്ടും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണം ഈ സ്ട്രാപ്പിൻ്റെ എഡ്ജസ് ഔട്ട്വേർഡ് ഓപ്പണായി പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഗിബ് കീ കൂടെ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഗിബ് കീ എന്ന് പറയുന്ന ആ ഒരു സ്ട്രാപ്പിൻ്റെ 2 എൻഡ്സും കൂടെ ഒരുമിച്ച് ഹോൾഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ അസംബ്ലി ഒന്ന് നോക്കാം. നമ്മൾ ആ സ്ട്രാപ്പ് എൻഡുള്ള ആ റോഡിൻ്റെ ഉള്ളിലേക്ക് മറ്റേ റോഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ആദ്യം ഗിബ് കീ ആണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ക്വാർട്ടർ ഹാമർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗിബ് ഹെഡ് കീ മാത്രം കൊടുക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ 1 സൈഡ് ടേപ്പേർഡ് ആയിട്ടുള്ള ക്വാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. ചില കേസസിൽ 2 ഗിബ് കീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 2 സൈഡും ടേപ്പേർഡ് ആയിട്ടുള്ള ക്വാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് ഈ ക്വാർട്ടർ ലൂസൺ ചെയ്ത് പോവാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്മോൾ സെറ്റ് സ്ക്രൂസ് കൂടെ ഇവിടെ യൂസ് ചെയ്യാം. ഈ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക്ക് നോക്കാം, പിൻ ജോയിൻറ്റ്സ്. പിൻ ജോയിൻറ്റ് മറ്റൊരു പേരാണ് നക്കിൾ ജോയിൻറ്റ്. ഓക്കെ, ആക്സിസ് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു നക്കിൾ ജോയിൻറ്റ് അല്ലെങ്കിൽ പിൻ ജോയിൻറ്റ്. ഓക്കെ, ക്വാർട്ടർ ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് കോ ആക്സിയൽ ആയിട്ടുള്ള റോഡ്സ് അല്ലെങ്കിൽ ആക്സിസ് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന റോഡ്സിനാണ് നമ്മൾ ക്വാർട്ടർ ജോയിൻറ്റ്സ് യൂസ് ചെയ്തിരുന്നത്. ഇത് അലൈൻമെൻറ്റിലല്ലാത്ത റോഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നക്കിൾ അല്ലെങ്കിൽ ഒരു പിൻ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ എടുക്കും. പിന്നെ ഇവിടെ ഈ ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത് ക്വാർട്ടർ ജോയിൻറ്റ് പോലെയല്ല, ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ റോഡ്സ് തമ്മിലുള്ള റിലേറ്റീവ് ആംഗുലർ മൂവ്മെൻ്റ് ഒക്കെ പെർമിറ്റ് ചെയ്യും.
പിന്നെ ഇവിടെ വരുന്നത് 2 റോഡ്സ് ആണ്. ആ 2 റോഡ്സിൽ ഒരു റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഐ എൻഡ് ഉള്ള ഒരു റോഡാണ്. അതുപോലെ ഒരു ഡബിൾ ഐ എൻഡ് അല്ലെങ്കിൽ ഒരു ഫോർക്ക്ഡ് എൻഡ് ഉള്ളൊരു റോഡ് കാണും. പിന്നെ ഒരു സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു നക്കിൾ പിന്ന് കാണും. ഈ പെൻ വെച്ചിട്ടാണ് നമ്മൾ ഈ 2 റോഡ്സും ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റോഡ് സെക്യൂർ ചെയ്യാനായിട്ട് ഒരു കോളറും ഒരു ടേപ്പർ പിന്നും കൂടെ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അസംബ്ലി ഒന്ന് കാണും. ആ ഒരു ഫോർക്ക്ഡ് എൻഡ് അല്ലെങ്കിൽ ഡബിൾ ഐ എൻഡിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ ആ ഒരു സിംഗിൾ ഐ എൻഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ നക്കിൾ പിൻ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് അവിടെ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കോളറും അതുപോലെ തന്നെ ഒരു ടേപ്പർ പിന്നും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 റോഡ്സിലും ഈ ഒരു സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ നക്കിൾ പിന്നിൽ വെച്ചിട്ട് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ സ്റ്റീം എൻജിൻസിലൊക്കെ ഈ ഒരു ജോയിൻ്റാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം നമുക്കിനി ഈ പോർഷൻസിൽ നിന്നൊക്കെ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗിബ് ഹെഡ് ഈസ് പ്രൊവൈഡഡ് ദ ഗിബ് ഹെഡ് കീ ടു ഫെസിലിറ്റേറ്റ്. ഇപ്പോൾ ഒരു ഗിബ് ഹെഡ് കീയിൽ ആ ഒരു ഗിബ് ഹെഡ് അല്ലെങ്കിൽ ആ റേസ്ഡ് ഹെഡ് കൊടുത്തേക്കുന്നത് എന്തിനാണ്? നമുക്ക് ഈസി ആയിട്ട് അതൊരു ഡിസ്മാൻഡിൽ ചെയ്യേണ്ട കേസസിൽ ആ കീ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കീ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈസി വിഡ്രോവൽ. വിച്ച് ടൈപ്പ് ഓഫ് കീ ഈസ് യൂസ്ഡ് ഫോർ മൗണ്ടിങ് ഷിഫ്റ്റിംഗ് ഗിയേഴ്സ് ഇൻ ഗിയർ ബോക്സസ്? ഇപ്പോൾ ഗിയർ ബോക്സസിൽ നമ്മൾ ഷിഫ്റ്റിംഗ് ഗിയേഴ്സ് മൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീ ആണ് സ്പ്ലൈൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ തിക്നെസ് ഓഫ് ഗിബ് ആൻഡ് കോട്ടർ ജോയിൻറ്റ് ഈസ് ഡാഷ് തിക്നെസ് ഓഫ് കോട്ടർ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഗിബ് ആൻഡ് കോട്ടർ ജോയിൻ്റകത്ത് തിക്നെസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കോട്ടറിൻ്റെ തിക്നെസ് എത്രയാണോ ആ ഒരു വാല്യൂ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേപ്പർ ഓൺ കോട്ടർ വേരീസ് ഫ്രം. ഓക്കെ, ഇപ്പോൾ ഒരു കോട്ടർ ജോയിൻറ്റിൻ്റെ അകത്ത് ആ ഒരു കോട്ടറിന് കൊടുക്കുന്ന ടേപ്പറിൻ്റെ വാല്യൂ വേരി ചെയ്യുന്ന 1/48 ടു 1/24 വരെയാണ്. ചിലയിടത്ത് 1/30 എന്ന് പറയുന്ന ഒരു വാല്യൂ കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വുഡ്റഫ് കീ സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ്. ഇപ്പോൾ വുഡ്റഫ് കീ എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിൻ്റെ നമ്പർ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ പ്രിവെൻറ്റിംഗ് റിലേറ്റീവ് റൊട്ടേഷൻ പെർമിറ്റ് സ്ലൈഡിംഗ് ഓർ ആക്സിയൽ മൂവ്മെൻറ്റ് ബൈ. ഇപ്പോൾ റിലേറ്റീവ് റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്തിട്ട് ആക്സിയൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഷാഫ്റ്റിൻ്റെ പുറത്തൂടെയുള്ള സ്ലൈഡിങ് പെർമിറ്റ് ചെയ്യുന്നത് ഫെദർ കീയിലും അതുപോലെ പാരലൽ കീയിലുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫെദർ കീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേപ്പർ ഓൺ റെക്റ്റാങ്കുലർ സംഖ്യ. റെക്റ്റാങ്കുലർ സംഖ്യ ആണെങ്കിലും സ്ക്വയർ സംഖ്യ ആണെങ്കിലും ഓക്കെ, ആ ഒരു ടേപ്പർ കീസിലെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന ടേപ്പറിംഗ് എന്ന് പറയുന്നത് 1/100 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോട്ടോ ജോയിൻറ്റ് ഇസ് യൂസ് ടു കണക്ട് 2 റോഡ്സ് വിച്ച് ആർ ഇൻ. ഓക്കെ, കോട്ടോ ജോയിൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെൻഷനും കംപ്രഷനും എടുക്കുന്ന റോഡ്സ് നമ്മൾ ഒരു കോട്ടോ ജോയിൻറ്റും അതുപോലെ തന്നെ പിൻ ജോയിൻറ്റ്സും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോട്ടോ ജോയിൻറ്റ് ഇസ് യൂസ് ടു കണക്ട് ഡാഷ് ടു ഡാഷ് റോഡ്സ്. ഓക്കെ, ഒരു കോട്ടോ ജോയിൻറ്റ് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? കോ ആക്സിയൽ ആയിട്ടുള്ള സെയിം ലൈനിലെ ആക്സസ് വരുന്ന 2 റോഡ്സ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, നക്കിൾ അല്ലെങ്കിൽ പിൻ ജോയിൻ്റ് ആണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത റോഡ്സ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കീ മെയ്ഡ് ഫ്രോം എ സിലിണ്ട്രിക്കൽ ഡിസ്ക് ഹാവിംഗ് സെഗ്മെൻ്റൽ ക്രോസ് സെക്ഷൻ ഈസ് നോൺ ആസ്. അപ്പോൾ സിലിണ്ട്രിക്കൽ ഡിസ്കിൻ്റെ ഷേപ്പുള്ള കീ എന്ന് പറയുന്നത് ഏതാണ്? വുഡ്റഫ് കീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെദർ കീസ് ജനറലി tight on both hub and shaft, loose on both shaft and hub, tight on shaft and loose on hub, none of these. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെദർ കീസിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ ഷാഫ്റ്റിൽ അത് അതിൻ്റെ ഒരു പാർട്ടായിട്ട് മെഷീൻ ചെയ്ത് വരാറുള്ള കീസാണ് ഫെദർ കീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷാഫ്റ്റിൽ ടൈറ്റ് ആയിട്ടിരിക്കും, ഹബിലാണത് ലൂസ് ആവുന്നതെന്ന് വെച്ചാൽ ഹബിൽ നമ്മൾ സ്ലോട്ട്സ് കൊടുത്തിട്ടില്ല, കീ വേസ് കൊടുത്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുന്നതാണ് ആ ഒരു റൊട്ടേഷൻ ആ മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഷാഫ്റ്റിൽ അത് നമ്മളൊന്നെങ്കിൽ മെഷീൻ ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് സ്ക്രൂസ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാൽവ് റോഡ് ഇൻ സ്റ്റീം എഞ്ചിൻ ഈസ് കണക്റ്റഡ് ടു ആൻ എക്സെൻട്രിക് റോഡ് ബൈ. ഓക്കെ, സ്റ്റീം എഞ്ചിൻ്റെ കേസിൽ വാൽവ് റോഡും ആ ഒരു എക്സെൻട്രിക് റോഡും തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്?
നക്കിൾ ജോയിൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കീ പ്രിഫേർഡ് ഫോർ ദ കണ്ടീഷൻ വെൻ എ ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പാക്ട് ടൈപ്പ് ടോർക്ക് ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഓക്കെ, രണ്ട് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനിൽ ഒരേ സമയത്ത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ടോർക്ക് വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ഏതാണ്? ടാൻജൻറ്റ് കീ ആണ്. നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ ടാൻജൻറ്റ് പോലെ രണ്ട് പൊസിഷനിൽ പെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കീ ആണ് ടാൻജൻറ്റ് കീ. ഇപ്പം ടെമ്പററി ഫാസ്റ്റനേഴ്സിൽ നോൺ ത്രെഡഡ് ഫാസ്റ്റനേഴ്സിനെ കുറിച്ചും അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടു. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കറക്ഷൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക് യു.